നമ്മൾ ചില മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഇന്നലെ IPL മത്സരം എടുത്തു നോക്കുക. അതിൽ സഞ്ജു വി സാംസൺ സെഞ്ചുറി അടിച്ച സമയത്ത് തൻ്റെ എതിർ ടീമിലുള്ള കളിക്കാർ, പ്രത്യേകിച്ച് ചെന്നൈ മുംബൈ എന്ന് പറയുന്നത് IPL സംബന്ധിച്ചിടത്തോളം ഒരു എൽ ക്ലാസിക്കോയാണ്, റൈവൽറിയാണ്. അത്രയും ഗ്രൗണ്ടിനകത്ത് ശത്രുതാപരമായി തോന്നും വിധം മത്സരിക്കുന്ന ടീമുകളാണ്. അവിടെയാണ് സഞ്ജു സെഞ്ചുറി അടിച്ച സമയത്ത് ക്യാപ്റ്റനായിട്ടുള്ള ഹർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരൊക്കെ അടക്കം സഞ്ജുവിനെ പ്രശംസിക്കുന്നതും സഞ്ജുവിനോട് സംസാരിക്കുന്നതും സഞ്ജു അതേപോലെ തന്നെ തിരിച്ച് മറുപടി പറയുന്നതൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരിക്കൽ സഞ്ജു ഔട്ടായ സമയത്ത് വിരാട് കോഹ്ലി തൻ്റെ അത്രയും അഗ്രഷനുള്ള കോഹ്ലി ഒരു പക്ഷെ നിരാശനായി നിൽക്കുന്ന ഒരു സന്ദർഭവും IPL ബാംഗ്ലൂർ വേഴ്സസ് ചെന്നൈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം സഞ്ജു ഔട്ടായതിനെ തുടർന്ന് നിരാശനായ കോഹ്ലിയെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. അവിടെയാണ് നമ്മൾ സഞ്ജു എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ എടുത്തു നോക്കേണ്ടത്. എല്ലാ ആളുകളോടും വളരെ സൗമ്യമായി പെരുമാറി, എത്ര വിമർശിച്ചു കഴിഞ്ഞാലും വളരെ സിമ്പിളായി ടാലിൽ ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും എല്ലാ സമയത്തും പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പലരെയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോപ്പിയിടാവാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏതെങ്കിലും ഒരു തരത്തിൽ ആളുകളെ കൊണ്ട് വേദനിപ്പിക്കാൻ വളരെ സുഖമാണ്. അവരെ കൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഏറ്റവും നന്നായിരിക്കും.